Dear students, welcome to a new chapter, second degree equations. What is second degree equation? Second degree equation എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ ഉണ്ടോ? എന്താണ് ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻ? ഫസ്റ്റ് ഡിഗ്രി ഇക്വേഷൻസ് നിങ്ങൾക്ക് പരിചയമുള്ളതാണ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രോബ്ലം എഴുതി നോക്കാം. If double of a number added with 3, at that time the result is 11. Find the number. Double of a number added with 3 gives 11. Find the number. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ എന്താ നമ്മൾ ചെയ്യുക? We are asked to find out a number such that when its double is taken and when 3 is added to that, the result will be 11. We know to form equation. Okay, what we are asked to find out that we will suppose very first by x. Let the number be x. Let the number be x. Number x എന്ന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ according to the explanation given in the question, double of a number, that is 2x, when it is added with 3 plus 3 gives the result 11. Okay, this one is an equation. See, this one is an equation. Here is a degree is 1. You can see here x raised to 1 it is. This equation is a simple equation or a first degree equation. Okay, ഇത് തുടർന്ന് സോൾവ് ചെയ്യാൻ നമുക്കറിയാം. നമ്മുടെ ഉദ്ദേശം സോൾവ് ചെയ്യുക എന്നുള്ളതല്ല, വാട്ട് ഈസ് ഫസ്റ്റ് ഡിഗ്രി എന്നുള്ളത് പരിചയപ്പെടുത്തി തരണം. അപ്പോൾ ഈ ചാപ്റ്ററിൽ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻസ് ആണ് വരാൻ പോകുന്നത്. തുടർന്നുള്ള പ്രോബ്ലത്തിൽ നമുക്ക് ഡിഗ്രി 2 ആയിട്ടുള്ള ഇക്വേഷൻസ് കാണാൻ പോവാണ്. അപ്പോൾ നമുക്കൊരു പ്രോബ്ലത്തിലൂടെ ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ see the problem. A square ground has 2 meter wide path all around it. The total area of the ground and the path is 1225 square meters. What is the area of the ground alone? ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ. നമ്മൾ ഒരു സ്ക്വയർ ഗ്രൗണ്ടും ആ സ്ക്വയർ ഗ്രൗണ്ടിന് ചുറ്റിലും 2 മീറ്റർ വൈഡായിട്ടുള്ള ഒരു റോഡ്, അങ്ങനെ നമ്മൾ കുറേ കണ്ടിട്ടുണ്ടാകും. നിങ്ങൾ ചില കുളത്തിന് ചുറ്റും വിശാലമായ കുളം, അതിന് ചുറ്റും റോഡ് ഒക്കെ ഉള്ളത് കണ്ടിട്ടുണ്ടാകും അല്ലേ? വിശാലമായൊരു കുളം, അതിന് ചുറ്റും ഇതേപോലെ റോഡ്. ഓക്കെ, മാനാഞ്ചിറ സ്ക്വയർ ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എന്ന പോലെ നമുക്കിവിടെ റഫ് ഫിഗർ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എ ഗ്രൗണ്ട് ആൻഡ് എ റോഡ് അറൗണ്ട് ഇറ്റ്. ഓക്കെ, അതിന് ചുറ്റിയിട്ടുള്ള ഒരു റോഡുണ്ട്. ടോട്ടൽ ഏരിയ ഇറ്റ് ഈസ് സെറ്റ് 1225. ഇനി റഫ് ഫിഗറോട് വരയ്ക്കുകയാണ്. ഇതാണ് ഗ്രൗണ്ട്, അതിന് ചുറ്റും 2 മീറ്റർ വീതിയിൽ ഉള്ള, ഇത് 2 മീറ്റർ വീതി എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതിന്റെ ടോട്ടൽ ഏരിയ റോഡ് ഉൾപ്പെടെയുള്ള ഏരിയയാണ്. ദാറ്റ് ഈസ് ദി ഏരിയ ഓഫ് ദിസ് ലാർജർ സ്ക്വയർ ഈസ് 1225. ഇറ്റ് ഈസ് സെറ്റ് ലൈക്ക് ദാറ്റ്. A square ground has 2 meter wide path all around it. The total area of the ground and the path is 1225 square meter. What is the area of the ground alone? നമുക്ക് ഈ ഗ്രൗണ്ടിന്റെ മാത്രം ഏരിയ ആണ് കിട്ടേണ്ടത്. We don't know what is the one side of the square. If we suppose that one by x, ഇതിന്റെ one side നെ x എന്ന് സപ്പോസ് ചെയ്യണം. One side of the ground is x. It is said the width of the road is 2 meter. That means this much length is 2 meter. ഇവിടെയും അപ്പോൾ 2 മീറ്റർ ഉണ്ട്. ഇതും 2 മീറ്റർ തന്നെയാണ്, ഇതും 2 മീറ്റർ ആണ്. അപ്പോൾ ടോട്ടൽ ഏരിയ ഓഫ് ദി ലാർജ് സ്ക്വയർ, അപ്പോൾ ഇത്രയും ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ദിസ് മച്ച് ലെങ്ത് ഇറ്റ് ഈസ്, അത് ഈ ലെങ്ത് തന്നെ അല്ലേ? ഈ ലെങ്ത് തന്നെയാണ് ഇതും, ബിക്കോസ് ഇറ്റ് ഈസ് സ്ക്വയർ. അത് x+4 ആണ്, x+4 ആണ്. ഓക്കെ, ഇറ്റ് ഈസ് സെറ്റ് ടോട്ടൽ ഏരിയ ഓഫ് ദിസ്
large square, that is the area of the ground and the road together, it is 1225. Area of a square, we know it is a square. Since it is here, its one side is x plus 4, we can write x plus 4 whole square is 1225. അങ്ങനെയല്ലേ തന്നിട്ടുള്ളത്. Total area of the ground and road together, it is 1225, mean x plus 4 whole square is 1225. Okay, therefore we tell here this one is a second degree equation. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയാം. എന്തുകൊണ്ടാണ് ഇതൊരു സെക്കൻഡ് ഡിഗ്രി എന്ന് പറയാൻ കാരണം, ഇതിനെ നമ്മൾ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ, സി when we write this one in the form of a plus b whole square, ഇത് നമുക്ക് ഇങ്ങനെ എഴുതാലോ, എക്സ് സ്ക്വയർഡ്, എ സ്ക്വയർഡ് എന്ന് പറയുന്ന പോലെ എക്സ് സ്ക്വയർഡ് പ്ലസ് 2ab, that is 2 into x into 4 plus 4 squared is equal to 1225. Therefore, x squared plus 2x into 4, 2x into 4 will be 8x. 8x plus 4 square is 16 is equal to 1225. Here see, this one is an equation. Its degree is 2. Here degree you can see x square it is. Therefore this one is an equation with the degree 2, and so it is a second degree equation. പക്ഷേ ഇതൊരു ചോദ്യമാണ്. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യാൻ നമുക്ക് ഇത്ര എഴുതേണ്ടതില്ല. നിങ്ങൾക്ക് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി വന്ന കാര്യം പറഞ്ഞു തന്നേ ഉള്ളൂ. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഈ മെത്തേഡ്, ഈ കാര്യങ്ങൾ ഇവിടെ വേണ്ട, നമുക്ക് ഇവിടുന്ന് തന്നെ എഴുതാം. എക്സ് പ്ലസ് 4 ഹോൾ സ്ക്വയർ ഈസ് 1225. ഇതൊരു നമ്പർ ഉണ്ട്, എക്സ് പ്ലസ് 4 ഇസ് എ നമ്പർ, ഈ ലെങ്ത് ആണത്, അതിൻ്റെ സ്ക്വയർ ആണ് 1225. അപ്പോൾ എക്സ് പ്ലസ് 4 എന്തായിരിക്കും? വാട്ട് വിൽ ബി എക്സ് പ്ലസ് 4 then? x plus 4 at that time will be square root of 1225. ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 1225 എന്ന് ചോദിക്കുന്നതാണ്. എ നമ്പർ ഇസ് സ്ക്വയർ ഈസ് 1225. Therefore what will be the number? It is the square root of 1225. ഇതിൻ്റെ ഈ സിമ്പിളിൻ്റെ അർത്ഥം എന്താണ്? ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 1225? അത് നമുക്കറിയാലോ, 35 ആണ്, നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഓക്കെ, നമുക്ക് പരിചയമുള്ള നമ്പറാണ് 1225. ഇറ്റ്സ് സ്ക്വയർ റൂട്ട് ഈസ് 35. x plus 4 is 35 now. x plus 4 is equal to 35. Therefore x will be what? 35 minus 4, that's equal to 31 meter. See what we see now? ഇപ്പോൾ നമുക്ക് മനസ്സിലാവണം എന്താ? See this x, this much length, one side of the ground alone is 31 meter. What is the area of the ground alone? What is the area of this one alone? അപ്പോൾ നമുക്ക് ബാക്കി പറയാലോ, ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് alone. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം ഏരിയ ഓഫ് ദി ഗ്രൗണ്ട് alone. ഏരിയ ഓഫ് ദി ഗ്രൗണ്ട്, area of the ground is equal to a squared. If one side of a square is a, its area is a square. Like that, if here one side of the square is 31, its area is 31 squared. 31 squared mean 31 into 31. On multiplication we can see it is 961 meter square. That is the area of the ground alone. And so, as this one is an introductory question to this chapter, you can write such a question there in your notebook and this figure, and mark here it is x 2 like that, it is total length by x plus 4, and write these explanation, these steps in your notebook. Need not to write these 2 lines there. It is only to make you aware why this one is considered as a second degree equation. When this one is written in this elaborated form, we can say there will be a degree 2 with x. Okay, and so this one is second degree equations. And so in this chapter we have to deal with these kind of questions, with these kind of questions, and find the value of x. Okay, in the next coming questions we can see those all. Okay, and so here write this question, this figure, and these steps in your notebook. നമുക്ക്
രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തു നോക്കാം. സി, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, ശ്രദ്ധിച്ചോളാം. Now, read the question. When each side of a square was reduced by 2 meters, the area became 49 square meters. What was the length of a side of the original square? ഒരു സ്ക്വയറിൻ്റെ എല്ലാ സൈഡ്സും 2 മീറ്റേഴ്സ് കുറയാണ്. അങ്ങനെ കിട്ടുന്ന പുതിയ സ്ക്വയറിൻ്റെ ഏരിയ 49 സ്ക്വയർ മീറ്റർ ആണ്. വാട്ട് വാസ് ദി ലെങ്ത് ഓഫ് എ സൈഡ് ഓഫ് ദി ഒറിജിനൽ സ്ക്വയർ? നമ്മളതിൻ്റെ ഒരു ഫിഗർ വരച്ച് വെച്ചാൽ ഒരു സ്ക്വയർ അതിൻ്റെ ലെങ്ത് കുറഞ്ഞിട്ട് ചെറിയൊരു സ്ക്വയറായി മാറുകയാണ്. സി, ഇതാണ് സ്ക്വയർ. ഇനീഷ്യൽ സ്ക്വയർ ഈസ് ഹിയർ. ഇതാണ് വലിയ സ്ക്വയർ. അതിൻ്റെ എല്ലാ സൈഡും 2 യൂണിറ്റ്സ് 2 മീറ്റേഴ്സ് കുറഞ്ഞുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് നമുക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു എക്സ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അത് നമ്മൾ കണ്ടെത്തേണ്ടത്. അങ്ങനെ അതിൻ്റെ എക്സിൽ നിന്ന് 2 മീറ്റർ കുറവാണ് ഇതിനുള്ളത്. therefore its length is x minus 2. അങ്ങനെ കിട്ടിയ ഈ ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ ഏരിയയാണ് 49 സ്ക്വയർ മീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എന്താണെന്ന് അപ്പോൾ നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതാം? എക്സ് മൈനസ് 2, ഉള്ളിലുള്ള സ്ക്വയറിൻ്റെ വൺ സൈഡ് എക്സ് മൈനസ് 2 ആണ്. അതിൻ്റെ ഏരിയ ദറ്റ് ഈസ് എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 49. അതിൻ്റെ ഏരിയ 49 ആണെന്ന് പറഞ്ഞിട്ട്. ഓക്കെ, എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ ഇസ് 49. അപ്പോൾ അവിടെ നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കേണ്ട ചിന്ത എന്താണ്? ഇത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനായി മാറും. ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ when we expand this one it will be in the form of a second degree equation. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ എക്സിൻ്റെ വാല്യൂ ആണ് കണ്ടെത്തേണ്ടത്. എക്സ് മൈനസ് 2 ഹോൾ സ്ക്വയർ 49 മീൻ എക്സ് മൈനസ് 2 വിൽ ബി എക്സ് മൈനസ് 2 ഷുഡ് ബി റൂട്ട് 49. ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 49 തരിക? ദറ്റ്സ് ഈക്വൽ ടു 7ൻ്റെ സ്ക്വയർ ആണ് 49. ഓക്കെ, എക്സ് മൈനസ് 2 ഈസ് ഈക്വൽ ടു 7. therefore എക്സ് ഈസ് ഈക്വൽ ടു 7 പ്ലസ് 2 ദറ്റ്സ് ഈക്വൽ ടു 9 മീറ്റർ. The initial square get its one side 9 meter. What was the length of the side of the original square? Original square the one side നമ്മൾ x എന്ന് suppose ചെയ്ത് that is 9 meter. Okay, write such a question and this explanation in your notebook. Next question. The square of a term in the arithmetic sequence 2, 5, 8 etc. is 2500. What is its position? Question മനസ്സിലായിട്ടുണ്ടാവുന്ന പ്രതീക്ഷിക്കുകയാണ്. The square of a term in the arithmetic sequence 2, 5, 8 etc. is 2500. ഒരു ടേമിൻ്റെ ഇതിലുള്ള ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ കണ്ടപ്പം 2500 കിട്ടി. നമുക്കറിയാം 2 എന്ന് നമ്പർ സ്ക്വയറാണ്, ഒരു നമ്പറാണ്, ഒരു ടേമാണ്. 2ൻ്റെ സ്ക്വയർ കണ്ടാൽ 4 ആണ്. 5ൻ്റെ സ്ക്വയർ കണ്ടാൽ 25 ആണ്. 8ൻ്റെ സ്ക്വയർ കണ്ടാൽ 64 ആണ്. അങ്ങനെയുള്ള ഏതോ ഒരു ടേമിൻ്റെ സ്ക്വയർ കണ്ടപ്പം 2500 കിട്ടി. വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? അത് എത്രാമത്തെ ടേമാണെന്ന ചോദ്യം. ആ ടേം കാണാൻ പറഞ്ഞില്ല, എത്രാമത്തെ ടേമാണ്. ഇഫ് ഈ സപ്പോസ് ഇറ്റ് ഈസ് nth ടേം, ലെറ്റ് ഇറ്റ് ബി nth ടേം. നമ്മൾ പറയാണ് ലെറ്റ് ഇറ്റ് ബി nth ടേം. nth ടേം, ആ nth ടേമിൻ്റെ സ്ക്വയറാണ് 2500. nth term of this sequence is equal to, or algebraic form of this sequence is equal to, we know nth term of an arithmetic sequence will be in the form of an plus b. n plus b എന്ന ഫോമിലായിരിക്കും. a എന്ന് പറയുന്നത് എന്തായിരിക്കും? dn ആയിരിക്കും. b എന്ന് പറയുന്നത് f മൈനസ് d ആയിരിക്കും. an പ്ലസ് b എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ് d ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. dn പ്ലസ് f മൈനസ് d ആണ് എന്ന് നമ്മൾ സപ്പോസ് ചെയ്യുകയാണെങ്കിൽ what about d? there common difference is 5 minus 2. 5 minus 2 is equal to 3. Therefore d is equal to 3n plus dni. f minus d, f എന്ന് പറയുന്നത് 2 ആണ്, d എന്ന് പറയുന്നത് 2 minus 3 ആണ്. Therefore it is 3n. 2 minus 3 will be minus 1. 3n minus 1. അപ്പോൾ ഈ അരിതമെറ്റിക് സീക്വൻസിലെ ഏതൊരു ടേമിൻ്റെയും ജനറൽ ഫോമാണ് ഇത്, അല്ലേ? അപ്പോൾ ഇവിടെ എന്നിന് 1 കൊടുത്താൽ 3 × 1 മൈനസ് 1, 3 × 1 3 മൈനസ് 1 2 ആയിക്കോളും. 2 കൊടുത്താൽ 2 × 3 6 മൈനസ് 1 സെക്കൻഡ് ടേം ആവും. 3 കൊടുത്താൽ 3 × 3 9 മൈനസ് 1 8 തേർഡ് ടേം ആവും. ഏത് ടേമിനും ഇത് റെപ്രസെൻറ്റ് ചെയ്യും. ദിസ് വൺ ഈസ് ദി ആൾജിബ്രിക് ഫോം ഓഫ് ദിസ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇങ്ങനെയുള്ള ഏതോ ഒരു ടേമിൻ്റെ, അതായത് ഇതിൻ്റെ ഒരു സ്ക്വയറാണ് 2500. നമുക്ക് ആ എന്നിൻ്റെ വാല്യൂ കിട്ടണം. ഇറ്റ് ഈസ് സെഡ് 3n minus 1 whole squared
ഏതോ ഒരു ടേം, അതിന് നമ്മൾ ഈ ജനറൽ ടേം ആണെന്ന് സപ്പോസ് ചെയ്യാണ്, അതിൻ്റെ സ്ക്വയറാണ് ദിസ് 2500. ദിസ് 2500 ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. എ നമ്പർ ഇറ്റ്സ് സ്ക്വയർ ഈസ് 2500. വളരെ എളുപ്പത്തിലാണ് നമുക്ക് കിട്ടുന്നത്. ഇനിയുള്ള പ്രോബ്ലത്തിൽ ഇത്ര എളുപ്പം നമുക്ക് കൺട്രോൾ ഒന്നുമില്ല, അത് നമുക്ക് മനസ്സിലാവും, ശ്രദ്ധിക്കുക. എ നമ്പർ ഇറ്റ്സ് സ്ക്വയർ ഈസ് 2500. ദെയർഫോർ 3n-1ന്റെ സ്ക്വയർ കണ്ടിട്ടാണ് 2500 കിട്ടിയത്. അതുകൊണ്ട് 3n-1 എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ദി സ്ക്വയർ റൂട്ട് ഓഫ് 2500. ഏത് നമ്പറിൻ്റെ സ്ക്വയർ ആണ് 2500? വി നോ ഇറ്റ് ഈസ് 50. 3n-1 ഈസ് നൗ 50. 3n-1 ഈസ് ഈക്വൽ ടു 50 എന്ന് കിട്ടിയപ്പോൾ therefore 3n ഈസ് ഈക്വൽ ടു 50 പ്ലസ് 1. 50 പ്ലസ് 1 -1 അങ്ങോട്ട് എടുത്തു, അപ്പോൾ 50 പ്ലസ് 1 ആയി. ദാറ്റ്സ് ഈക്വൽ ടു 51. 3n ഈസ് ഈക്വൽ ടു 51 എന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ n ഈസ് ഈക്വൽ ടു 51/3. 51/3 we know it is 17, but we see this n is equal to 17. That means if the 3n-1 is supposed, or if it is the nth term of this arithmetic sequence, when a square of that term is found, if it is 2500, we see that n is equal to 17 mean ഈ സീക്വൻസിലെ 17th ടേമിൻ്റെ സ്ക്വയർ ആണ് 2500. അപ്പോൾ വാട്ട് ഈസ് ഇറ്റ്സ് പൊസിഷൻ? ദി പൊസിഷൻ ഓഫ് ദാറ്റ് ടേം ഈസ് 17, or the 17th term gives the square 2500. You can write such a question and this explanation in your notebook. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. അതിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കും, ഇതുവരെ പറഞ്ഞ പോലെ ആയിരിക്കില്ല, ശ്രദ്ധിക്കുക. 1 added to the product of two consecutive odd numbers gives the result 100. Which are the numbers? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായിട്ടുണ്ടാവും പ്രതീക്ഷിക്കാം. ഒന്നുകൂടി നോക്കുക. 1 added to the product of two consecutive odd numbers. Okay, so two consecutive odd numbers are there. If first odd number is supposed as x, if first odd number is x, then the second is x plus 2. ഒരു ഓഡ് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ആവും. ഇറ്റ് ഈസ് സെറ്റ് 1 ആഡ് ചെയ്തിരിക്കുന്നു ടു ദി പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ്. പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ എക്സും എക്സ് പ്ലസ് 2 മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ that is the product of two consecutive odd numbers. Product of two consecutive odd numbers to that one. When 1 is added plus 1, the result will be at that time this total, its value will be 100, gives the result 100 എന്ന് പറഞ്ഞിട്ട് ചോദ്യം എന്താ? വിച്ച് ആർ ദി നമ്പേഴ്സ്? ആ ഓഡ് നമ്പേഴ്സ് ഏതൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് ഈസ് ഔട്ട്സൈഡ് ദി ബ്രാക്കറ്റ്, വി നീഡ് ടു ഡിസ്ട്രിബ്യൂട്ട് ദിസ് എക്സ് ടു ഓൾ ടേംസ് ഇൻസൈഡ് ദി ബ്രാക്കറ്റ്. ഇറ്റ് വിൽ ബി എക്സ് ഇൻറ്റു എക്സ് പ്ലസ് എക്സ് ഇൻറ്റു 2. നമ്മൾ പഠിച്ചുകൊണ്ട് എ ഇൻറ്റു ബി പ്ലസ് വിൽ ബി എ ബി പ്ലസ് എ സി എന്ന്. അതേപോലെ എക്സ് ഇൻറ്റു എക്സ് വിൽ ബി എക്സ് സ്ക്വയർഡ് പ്ലസ് എക്സ് ഇൻറ്റു 2 വിൽ ബി 2x, then plus this 1 gives 100. ഇത് നേരത്തെ പോലെ അല്ല. നേരത്തെ ഒക്കെയുള്ള ക്വസ്റ്റ്യനിൽ നമുക്ക് കാണാമായിരുന്നു എ കംപ്ലീറ്റ് സ്ക്വയർ ഈസ് ദർ. ഒരു സ്ക്വയർ അങ്ങോട്ട് കിട്ടിയതുകൊണ്ട് 2500, therefore 3n-1 is equal to 50 എന്നൊക്കെ എഴുതിയല്ലോ. എന്ന പോലെ അല്ല ഇവിടെ കാണുന്നത്. പക്ഷെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് നമ്മൾ ഫസ്റ്റ് പ്രോബ്ലത്തിൽ പറഞ്ഞ പോലെ ഇങ്ങനൊരു എക്സ്പ്രഷൻ, ഈ എക്സ്പ്രഷനെ നമുക്ക് ഇങ്ങനെ എഴുതാലോ. ഇവിടെയുള്ള ഈ എക്സ്പ്രഷൻ എക്സ്പാൻഡ് ചെയ്തതാണത് അല്ലേ? എക്സ് സ്ക്വയർ പ്ലസ് 8x പ്ലസ് 16 2ab, എ സ്ക്വയർഡ് പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ. ഇവിടെ 4 സ്ക്വയർ 16 ആണ്, എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ ഉണ്ടെങ്കിൽ നേരിട്ട് ഇങ്ങനെ എഴുതാൻ പറ്റും. എന്ന പോലെ നമ്മൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ സി എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 എന്നുള്ളതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100 എന്ന് എഴുതാം. എന്തുകൊണ്ടാണ്?
എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയറിന് എക്സ്പാൻഡ് ചെയ്താൽ എക്സ് സ്ക്വയർഡ്, ഇത് എ പ്ലസ് ബി എന്ന് കാണുകയാണെങ്കിൽ എ സ്ക്വയർഡ്, അതായത് എക്സ് സ്ക്വയർഡ് ഇതാവും, പ്ലസ് 2ab 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 1 വിൽ ബി 2x തന്നെ. ഇവിടെ ഇൻറ്റു 1 ഇവിടെ ഉണ്ട്, അത് 1 ആയതുകൊണ്ട് എഴുതണമെന്നില്ല എന്നുള്ളൂ. 2x ഇൻറ്റു 1 പ്ലസ് ബി സ്ക്വയർഡ് 1 സ്ക്വയർഡ്, അതാണ് ഈ 1 ഇസ് ഈക്വൽ ടു 100. ഇനി നമുക്ക് ചെയ്യാമല്ലോ, എക്സ് പ്ലസ് വൺ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 100. therefore എക്സ് പ്ലസ് വൺ വിൽ ബി വിച്ച് എ നമ്പർ ഇറ്റ്സ് സ്ക്വയർ. എക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് നമ്പറാണ്, അതിൻ്റെ സ്ക്വയർ ഈസ് 100. therefore എക്സ് പ്ലസ് വൺ വിൽ ബി വാട്ട്, സ്ക്വയർ റൂട്ട് ഓഫ് 100. വിച്ച് നമ്പർ ഗീവ്സ് ദി സ്ക്വയർ 100? that is 10. x plus 1 is equal to 10. therefore x is equal to 10 minus 1, that is equal to 9. x 9 ആണെന്നുണ്ടെങ്കിൽ മറ്റേ നമ്പർ ഏതാ, x plus 2 അല്ലേ. therefore x plus 2 will be 9 plus 2 will be 11. okay, therefore the numbers are, therefore the consecutive order numbers are, or simply numbers are, നമ്മളോട് നമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചത് 9 and 11. These are the two numbers which we are asked to find out. രണ്ട് consecutive order numbers ആണ്. when their product 9 times 11 99 plus 1, that is 100. അപ്പോൾ result 100 ആവുന്നുണ്ട്. Conditions in the questions come true for these two numbers, and so you can write such a question and this explanation there in your notebook. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി തരാണ്, ശ്രദ്ധിച്ചോളൂ. Please read the question. 9 added to the product of two consecutive multiples of 6 gives 729. What are the numbers? ഇതിനെങ്ങനെ ചെയ്യാം? 9 added to the product of two consecutive. അപ്പോൾ നമ്മൾ if first multiple of 6, let the first multiple of 6 be, let the first multiple of 6 be x, then the second is, അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്തത് ഏതായിരിക്കും? then the second is, ആലോചിച്ചോളൂ, ആദ്യത്തെ പ്രോഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ്. അപ്പോൾ ഒന്നിനെ എക്സ് എന്ന് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ മറ്റത് ഇതിലേക്കൊരു എക്സ് ആഡ് ചെയ്തതായിരിക്കും. then the second is x plus 6 എന്നായിരിക്കും. ഓക്കെ, ഇറ്റ് ഈസ് സെഡ് ദി പ്രോഡക്റ്റ് ഓഫ് ദാറ്റ് ടു നമ്പേഴ്സ് ഈസ് 720. ഒരു കാര്യം കൂടെ, നമ്മൾ സെക്കൻഡ് നമ്പറിനാണ് എക്സ് എന്ന് എടുത്തതെന്നുണ്ടെങ്കിൽ ആദ്യത്തെ നമ്പർ എക്സ് മൈനസ് 6 എന്ന് എഴുതാം. രണ്ട് രീതിയിലും ആൻസർ ചെയ്യാം. ഓക്കെ, ഇറ്റ് ഈസ് സെഡ് 9 added to the product of two consecutive multiples of 6 gives 729. അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാലോ, the product of two consecutive multiples of 6 will be like this. ഇതാണ് product of two consecutive multiples of 6, that is these two. okay, 9 added to that product, that is plus 9. at that time it gives the result 729. അപ്പോൾ നമുക്ക് is equal to 729. we are asked to find out the numbers. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x into x, നേരത്തെ ഇതുപോലെ x സ്ക്വയർഡ് പ്ലസ് 6x പ്ലസ് 9 is equal to 729. ഇനി ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് കാണാം. ഇതിനെ ഒരു ഹോൾ സ്ക്വയർ ആക്കിയിട്ട് എഴുതാം. ഇത് എ സ്ക്വയർഡ് ഒരു എക്സ് സ്ക്വയർഡ് ആണ്, അവസാനമുള്ള 9 എന്ന് പറയുന്നത് 3 സ്ക്വയർഡ് ആണ്. അപ്പോൾ ഇതൊരു എ സ്ക്വയർ, ഇതൊരു ബി സ്ക്വയർ. ഈ നടുക്കുള്ളത്, അപ്പോൾ എയുടെ സ്ഥാനത്ത് എക്സ് ആണ്, ബിയുടെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ ഒരു എ ബി എന്ന് പറയുമ്പോൾ എക്സ് ഇൻറ്റു 3x ആണ്. 3x ഇൻറ്റു 2ab എന്ന് പറയുമ്പോൾ 3x ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 6x. അപ്പോൾ അതെല്ലാം ആവുന്നുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ദിസ് വൺ ക്യാൻ ബി റിട്ടൺ ആസ് എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർഡ് ഈസ് ഈക്വൽ ടു 729. അപ്പോൾ എക്സ് പ്ലസ് 3 എന്താണ്? വിച്ച് നമ്പർ ഗീവ്സ് ദി സ്ക്വയർ 729? എക്സ് പ്ലസ് 3ൻ്റെ സ്ക്വയർ കണ്ടിട്ടാണ് 729 കിട്ടിയത്. അപ്പോൾ എക്സ് പ്ലസ് 3 ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 729. വാട്ട് ഈസ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 729? 25ൻ്റെ സ്ക്വയർ 625 ആണെന്ന് നമുക്കറിയാം. 25, അപ്പോൾ 25 കഴിഞ്ഞിട്ടുള്ളൊരു നമ്പറാണ്. അവസാനം 9 വരുത്തിക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് സാധ്യത ഉണ്ട്. ഒരു സാധ്യതയുള്ളൂ, 27. ഓക്കെ, അവസാനം 9 വരുത്തണമെന്നുണ്ടെങ്കിൽ രണ്ട് സാധ്യത എന്ന് പറയുന്നത് ഒന്നുകിൽ 3 ആണെന്നുണ്ടെങ്കിലും അവസാനം 9 വരും, 7 ആണെങ്കിലും. എന്ന് പറഞ്ഞാൽ 23 ഒരു 3യിൽ അവസാനിക്കുന്ന നമ്പർ ആണെങ്കിൽ 3 × 3 9ൽ അവസാനിക്കും.
ഓക്കെ, 3-ലാണ് ഫസ്റ്റ് ഡിജിറ്റ് അവസാനിക്കണമെങ്കിൽ 9 ആയിരിക്കും. ഇനി 7-ൽ അവസാനിച്ചാലോ 7 × 7 അതും 49 ആണ്. 9-ൽ അവസാനിക്കും. അപ്പോൾ 9-ൽ അവസാനിക്കുന്നതുകൊണ്ട് രണ്ട് സാധ്യതകളുണ്ട്. ദി നമ്പർ ക്യാൻ ബി, ദി ഫസ്റ്റ് ഡിജിറ്റ് ക്യാൻ ബി ഓർ ദി വൺസ് പ്ലേസ് ക്യാൻ ബി 3 or 7. ഇവിടെ നമുക്ക് 729 എന്ന് പറഞ്ഞാൽ 25 കഴിഞ്ഞിട്ടുള്ളൊരു നമ്പർ ആയതുകൊണ്ട് വി ക്യാൻ സി ഇറ്റ് ഈസ് 27. ഓക്കെ, അപ്പോൾ 27 × 27 ചെയ്ത് നോക്കുക. 27ൻ്റെ സ്ക്വയർ 729 ആവുകൊണ്ട് നോക്കുക. ഓക്കെ, നമുക്ക് ഇങ്ങനത്തെ സ്ക്വയർ റൂട്ട് കാണുമ്പോൾ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. കുറച്ച് നമ്പേഴ്സ് നമ്മൾ നോക്കേണ്ടി വരും, ഇതാവണുണ്ടോ നോക്കാൻ. ഇത് ചെറിയ നമ്പർ ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റി. x + 3 = 27. therefore x = what? 27 - 3, that's equal to 24. അപ്പോൾ ആദ്യത്തെ മൾട്ടിപ്പിൾ ഓഫ് 6 ആണ് x. ഓക്കെ, അത് 24 ആണ്. therefore the other number is other x + 4. അപ്പോൾ x + 6 എന്തായിരിക്കണം? x + 6 എന്ന് പറഞ്ഞാൽ 24 + 6 ആണ്, അത് 30 ആണ്. therefore what are the numbers? The numbers are ആരൊക്കെയാണ് നമ്പേഴ്സ്? 24-ഉം 30-യും ആണ്. ദീസ് ആർ ദി മൾട്ടിപ്പിൾസ് ഓഫ് 6. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അവിടെ എഴുതിയിട്ട് ഇത്രയും സ്റ്റെപ്സ് നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതുക. ഇത്രയും നമുക്ക് ഇന്ന് പറയാനുള്ളൂ. ഇനി ഇതേപോലെ ഫസ്റ്റ് ആദ്യ ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസും പിന്നെ രണ്ടാമത് ഭാഗത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻസും രണ്ടും നിങ്ങൾക്ക് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ ഹോംവർക്കിൽ ഞാനത് ഉൾക്കൊള്ളിക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഒരു പെർഫെക്റ്റ് സ്ക്വയറായി മാറും. ഈ ഇക്വേഷൻ, ഈ പ്രോബ്ലത്തിന് നമ്മൾ ഫസ്റ്റ് തന്നെ എഴുതുമ്പോൾ ആദ്യം കണ്ട പോലെ ഒരു സ്ക്വയറിൽ തന്നെ അവസാനിക്കും. അപ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. ഇത് രണ്ടാമത് പറഞ്ഞ അവസാന ഭാഗത്ത് പറഞ്ഞ പോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് രണ്ടും നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്ത് നോക്കുക. Okay, and so let us conclude here. Thanks.